എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ്സ് സ്റ്റാർട്ട്. താപനില, ഹ്യൂമിഡിറ്റി, അന്തരീക്ഷമർദ്ദം, കാറ്റ്, മഴ, അന്തരീക്ഷത്തിലെ ധൂളികളുടെ അളവ് തുടങ്ങിയ കാലാവസ്ഥപരമായ പല ഘടകങ്ങൾക്കും ദീർഘനാൾ കൊണ്ട് നടത്തുന്ന നിരീക്ഷണത്തിൽ കാണുന്ന അവസ്ഥയാണ് അന്തരീക്ഷ സ്ഥിതി അഥവാ ക്ലൈമറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭൂമിക്ക് ആവശ്യമായ മുഴുവൻ ഊർജവും കിട്ടുന്നത് സൂര്യനിലൂടെയാണെന്ന് അറിയാമല്ലോ. സൂര്യതാപനത്തിൻ്റെ ഈ ലഭ്യതയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് അന്തരീക്ഷ സ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷ സ്ഥിതി എല്ലായിടത്തും ഒരുപോലെയല്ല. അന്തരീക്ഷ സ്ഥിതിയിൽ ഉണ്ടാകുന്ന ഹ്രസ്വകാല മാറ്റത്തെയോ ഇപ്പോഴുള്ള സ്ഥിതിയെയോ സൂചിപ്പിക്കുന്നതാണ് കാലാവസ്ഥ അഥവാ വെതർ. എന്നാൽ മനുഷ്യൻ്റെ അശാസ്ത്രീയ പ്രവർത്തനങ്ങളും അന്തരീക്ഷ സ്ഥിതിയെയും കാലാവസ്ഥയെയും സ്വാധീനിക്കുന്നു. കാലാവസ്ഥയിലും അന്തരീക്ഷ സ്ഥിതിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതിനുള്ള ചില ഉദാഹരണങ്ങളാണ് ചിത്രത്തിൽ. സൂര്യൻ ഊർജദാതാവ്. ഭൂമിക്ക് ആവശ്യമായ മുഴുവൻ ഊർജവും പ്രദാനം ചെയ്യുന്നത് സൂര്യനാണ്. സൂര്യനിൽ നിന്നുള്ള ഊർജം സൂര്യരശ്മികളായി ഭൂമിയിലെത്തുന്നു. ഇതിനെ സൗരതാപനം അഥവാ ഇൻസൊലേഷൻ എന്ന് വിളിക്കുന്നു. പകൽ സമയത്ത് സൗരതാപനത്തിലൂടെ ഭൂമിയുടെ ഉപരിതലം ചൂടുപിടിക്കുന്നു. ചൂടുപിടിച്ച ഭൗമോപരിതലത്തിൽ നിന്നും വിവിധ പ്രക്രിയകളിലൂടെ താപം അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. ഇത് ഭൗമോപരിതലം തണുക്കുന്നതിന് ഇടയാക്കുന്നു. എന്നാൽ അന്തരീക്ഷത്തിലെ മേഘങ്ങളും കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങളും ഭൂമിയിൽ നിന്നുള്ള താപത്തെ ആഗിരണം ചെയ്യുന്നു. ഇപ്രകാരം ജീവന്റെ നിലനിൽപ്പിന് സഹായകമായ വിധത്തിൽ അന്തരീക്ഷ താപം നിലനിൽക്കുന്നു. ഭൂമിയിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ചിത്രം ശ്രദ്ധിക്കൂ. ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും സൂര്യപ്രകാശം ഒരുപോലെയല്ല ലഭിക്കുന്നത്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നതിനാൽ അവിടെ താപം കൂടുതലും ധ്രുവങ്ങളിലേക്ക് അടുക്കുന്തോറും സൂര്യരശ്മികൾ ചരിഞ്ഞു പതിക്കുന്നതിനാൽ താപം ക്രമേണ കുറഞ്ഞു വരികയും ചെയ്യുന്നു. രശ്മികൾ ചരിയും തോറും കൂടുതൽ ദൂരം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടതിനാൽ കൂടുതൽ ഊർജം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി ചിതറുകയോ ആഗിരണം ചെയ്യപ്പെടുകയോ ചെയ്യുന്നു എന്നതാണ് ഇതിന് കാരണം. അതിനാൽ ഓരോ സ്ഥലത്തിൻ്റെയും അക്ഷാംശത്തിന് അനുസൃതമായാണ് ഭൂമിയിലെ താപലഭ്യത. കൂടാതെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്ര സാമീപ്യം തുടങ്ങിയ ഘടകങ്ങൾ പ്രാദേശിക താപവ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് അന്തരീക്ഷ താപം ക്രമേണ കുറഞ്ഞു വരുന്നു. പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്കും രാത്രികാലങ്ങളിൽ നിന്ന് തിരിച്ചും വീശുന്ന കാറ്റുകൾ തീരപ്രദേശങ്ങളിലെ താപനിലയെ നിയന്ത്രിക്കുന്നു. കടൽക്കാറ്റും കരക്കാറ്റും. പകൽ സമയത്ത് കര കടലിനേക്കാൾ വേഗം ചൂടാവുകയും വായു ഉയർന്നു പൊങ്ങി അവിടെ ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത് താരതമ്യേന മർദ്ദം കൂടിയ കടലിൽ നിന്നും തണുത്ത കാറ്റ് കരയിലേക്ക് വീശുന്നതിന് കാരണമാകുന്നു. ഇതിനെ കടൽക്കാറ്റ് എന്ന് വിളിക്കുന്നു. രാത്രികാലങ്ങളിൽ കര വേഗം തണുക്കുന്നതിനാൽ വായു സങ്കോചിച്ച് താഴ്ന്നിറങ്ങി അവിടെ ഉച്ചമർദ്ദം രൂപം കൊള്ളുന്നു. കരയിൽ നിന്നും താരതമ്യേന മർദ്ദം കുറഞ്ഞ് കടലിലേക്ക് കാറ്റ് വീശുന്നതിന് ഇത് കാരണമാകുന്നു. ഇതാണ് കരക്കാറ്റ്. പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്കും രാത്രി കാലങ്ങളിൽ തിരിച്ചും വീശുന്ന ഈ കാറ്റുകൾ തീരപ്രദേശങ്ങളിലെ താപനില മിതമായി നിലനിർത്താൻ കാരണമാകുന്നു. സമുദ്രതീരത്തു നിന്നും അകന്ന് സ്ഥിതി ചെയ്യുന്ന കരഭാഗങ്ങളിൽ അത്യുഷ്ണവും അതിശൈത്യവും അനുഭവപ്പെടുന്നത് സമുദ്ര സ്വാധീനം ഇല്ലാത്തതിനാലാണ്. ഉദാഹരണം, കേരള തീരത്ത് നമുക്ക് മിതമായ താപനിലയാണ് ഉള്ളത്. എന്നാൽ ഡൽഹി പോലുള്ള ഉൾപ്രദേശങ്ങളിൽ പകൽ അത്യുഷ്ണവും രാത്രി അതിശൈത്യവും സാധാരണമാണ്. ഈ താപാന്തരം ഉഷ്ണശൈത്യകാലങ്ങളിൽ കൂടുതൽ ശ്രദ്ധേയമായി കാണപ്പെടുന്നു. താപം അളക്കുന്നത്. അന്തരീക്ഷ താപം അളക്കുന്നത് ഉഷ്ണമാപിനി അഥവാ തെർമോമീറ്റർ എന്ന ഉപകരണത്തിൻ്റെ സഹായത്താലാണ്. ഇത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹൈറ്റ് എന്നീ ഏകകങ്ങളിലാണ് താപം രേഖപ്പെടുത്തുന്നത്. താപവും വായുവിൻ്റെ ചലനവും. എല്ലാ പദാർത്ഥങ്ങൾക്കും ഭാരമുള്ളതുപോലെ വായുവിനും ഭാരമുണ്ട്. അന്തരീക്ഷ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫറിക് പ്രഷർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി അഥവാ ബാരോമീറ്റർ. ഹെക്ടോ പാസ്കൽ, മില്ലി ബാർ എന്നീ ഏകകങ്ങളിലാണ് മർദ്ദം രേഖപ്പെടുത്തുന്നത്. സൂര്യതാപത്താൽ ചൂട് പിടിക്കുമ്പോൾ അന്തരീക്ഷ വായു വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു.
ഇത്തരത്തിലുള്ള വായുവിൻ്റെ ചലനത്തെ വായുപ്രവാഹങ്ങൾ അഥവാ എയർ കറൻസ് എന്ന് വിളിക്കുന്നു. വായുവിൻ്റെ സാന്ദ്രത കുറയുന്നത് മൂലം അവിടെ വായുമർദ്ദം കുറയുന്നു. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് വായു ചലിക്കുന്നു. വായുവിൻ്റെ ഇത്തരത്തിലുള്ള ചലനമാണ് കാറ്റ് അഥവാ വിൻഡ്. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. കാറ്റിൻ്റെ ദിശ അറിയുന്നതിനുള്ള ഉപകരണമാണ് വിൻഡ് വെയിൻ. സൂര്യതാപമേറ്റ് ജലത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ജലം ചൂടാക്കുമ്പോൾ അത് നീരാവിയായി ഉയർന്നു പൊങ്ങുന്നു. ഇതിനെ ബാഷ്പീകരണം എന്ന് വിളിക്കുന്നു. ഇതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിലെ ജലം ചൂടുപിടിച്ച് നീരാവിയായി അന്തരീക്ഷത്തിലെത്തിച്ചേരുന്നു. അന്തരീക്ഷ വായുവിലടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി. അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്നു. ആർദ്രത അളക്കുന്നതിന് ആർദ്രത മാപിനി ഹൈഗ്രോമീറ്റർ എന്ന ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. ഉഷ്ണവും മേഘരൂപീകരണവും. നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയയെ ഘനീകരണം അഥവാ കോണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നു. ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായി മാറുന്നു. അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോൾ ഘനീകരണ പ്രക്രിയ വളരെ വേഗത്തിൽ നടക്കുന്നു. അന്തരീക്ഷത്തിലടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിക്കുന്നു. ഈ ജലകണികകൾ കൂടിച്ചേർന്നാണ് മേഘങ്ങൾ അഥവാ ക്ലൗഡ്സ് രൂപം കൊള്ളുന്നത്. അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിക്കുന്നതിലൂടെ മേഘങ്ങൾ മാത്രമല്ല രൂപപ്പെടുന്നത്. മൂടൽമഞ്ഞ്, തുഷാരം തുടങ്ങിയവ ഘനീകരണത്തിൻ്റെ മറ്റു രൂപങ്ങളാണ്. ഇവ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് നോക്കാം. താഴ്വരകളിലും ജലാശയങ്ങൾക്ക് മുകളിലും അന്തരീക്ഷ താപം കുറയുന്നതിലൂടെ അവിടെ ഘനീഭവിച്ച നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയും ഇത് പുകമറ പോലെ ഒരു അന്തരീക്ഷ പ്രതിഭാസത്തിന് കാരണമാകുകയും ചെയ്യുന്നു. മൂടൽമഞ്ഞ് അഥവാ ഫോഗ് എന്നാണ് ഈ ഘനീകരണ രൂപം അറിയപ്പെടുന്നത്. ജലകണികകളുടെ സാന്ദ്രതാ വ്യത്യാസം അനുസരിച്ച് രണ്ടു തരത്തിൽ മൂടൽമഞ്ഞ് കാണപ്പെടാറുണ്ട്. നേർത്ത മൂടൽമഞ്ഞ്, ഇതിന് കൂടുതൽ ദൂരം കാണാനാകും. അടുത്തത് കടുത്ത മൂടൽമഞ്ഞ്. കാഴ്ചയെ കൂടുതൽ തടസ്സപ്പെടുത്തുന്നതാണ് കടുത്ത മൂടൽമഞ്ഞ്. രാത്രികാലങ്ങളിൽ ഭൗമോപരിതലം തണുക്കുന്നതിൻ്റെ ഫലമായി ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. ഇത് അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് ജലകണികകളായി മാറി തണുത്ത പ്രതലങ്ങളിലോ പുൽനാമ്പുകളിലോ ഇലകളുടെ അറ്റത്തോ പറ്റിപ്പിടിച്ചിരിക്കാൻ കാരണമാകുന്നു. തണുപ്പുള്ള പ്രഭാതങ്ങളിൽ ഘനീകരണത്തിൻ്റെ ഈ രൂപത്തെ കാണാം. ഇതിനെ തുഷാരം അഥവാ ഡ്യൂ എന്ന് വിളിക്കുന്നു. വർഷണം. തുടർച്ചയായി നടക്കുന്ന ഘനീകരണം മേഘങ്ങളിലെ ജലകണികകളുടെ വലുപ്പം കൂട്ടുന്നു. ഭൂഗുരുത്വത്തെ പ്രതിരോധിക്കാനാകാതെ വരുമ്പോൾ മേഘങ്ങളിൽ നിന്ന് ജലത്തുള്ളികൾ മോചിപ്പിക്കപ്പെടുകയും അത് വിവിധ രൂപങ്ങളിലായി ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ വർഷണം അഥവാ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നു. അന്തരീക്ഷ താപനിലയിലെ വ്യത്യാസങ്ങൾ വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങൾക്ക് കാരണമാവുന്നു. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങൾ. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം വീഴ്ച എന്നിവ. ജലകണികളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഴ. നേർത്ത ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഞ്ഞുവീഴ്ച. മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണമാണ് ആലിപ്പഴം. നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന വർഷണ രൂപമാണ് മഴ. മഴ അളക്കുന്നതിനുള്ള ഉപകരണമാണ് മഴമാപിനി അഥവാ റെയിൻ ഗേജ്. സെൻറ്റിമീറ്റർ, ഇഞ്ച് എന്നീ ഏകകങ്ങളിലാണ് മഴ രേഖപ്പെടുത്തുന്നത്. മർദ്ദവ്യത്യാസങ്ങൾ, കാറ്റുകൾ, ആർദ്രത, ഘനീകരണം, വർഷണം തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്കെല്ലാം കാരണമാകുന്നത് സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളാണ്. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ്. ഭൂമിയിലെ ചില മനുഷ്യ പ്രവർത്തനങ്ങൾ കാലാവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നു. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്ന കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ അന്തരീക്ഷത്തിലെ ശരാശരി താപവർദ്ധനവിന് കാരണമാകുന്നു. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം തുടങ്ങിയ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം ഇതിന് ഒരളവ് വരെ പരിഹാരമാണ്.
കാലാവസ്ഥയിലുണ്ടാകുന്ന നേരിയ മാറ്റം പോലും ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. കാലാവസ്ഥാ മാറ്റങ്ങളുടെ ഫലമായി പല ജന്തുവർഗ്ഗങ്ങൾക്കും വംശനാശം വന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. മാനവരാശിക്കും ഈ ദുർവിധി ഉണ്ടാകാതിരിക്കുന്നതിന് അന്തരീക്ഷത്തിൻ്റെ ലോലസന്തുലനം കാത്തുസൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. 7ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ സൗരതാപനവും അന്തരീക്ഷസ്ഥിതിയും എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 10th ലെവൽ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ പീസുടെ നന്ദി, നമസ്കാരം.